ധന്യ പറയുന്നത് ധന്യ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. തീർച്ചയായും അവരുടെ ഒപ്പം തന്നെയാണ് ഞാനും. കാരണം അവർ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. അവരെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ ആചാരത്തെ പരിഷ്കരിച്ചാൽ അവർ മുന്നിലേക്ക് വരും എന്ന് യാതൊരു തരത്തിലും നമുക്ക് പറയാൻ സാധിക്കില്ല. ആദ്യപടിയെന്നുള്ളതിന്റെ ഈ ആചാരത്തിനെ മാറ്റുകയല്ല വേണ്ടത്. ഇവിടെ ആദ്യമായിട്ട് എന്താണെന്ന് പറയാൻ ഒരു അവസരം തന്നാൽ ഒരു സെക്കൻഡ് ധന്യ പറഞ്ഞതിൽ നിന്ന് അഞ്ജന മാഡത്തിലേക്ക് വരാം. ഒരു സെക്കൻഡ് ധന്യ പറഞ്ഞോളൂ എന്താ പറഞ്ഞിരുന്നത്. ഇപ്പൊ സ്ത്രീകൾ പ്രവേശിച്ചു, മാറ്റത്തിന്റെ ആദ്യപടി രണ്ടാമത്തെ പടി ചിലപ്പോൾ ഞങ്ങൾ നാളെ സുപ്രീം കോടതിയോട് പറയുന്ന അവിടെ ഒരു ദളിതൻ പൂജാരി ആയിരിക്കണം. അത് മാറാതിരിക്കാനുള്ള ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ ഒരു ഏറുന്നുള്ള ചൊല്ലുണ്ട്. അതാണ് ഇപ്പൊ നടക്കുന്നത്. ആദ്യമായിട്ട് ഇപ്പോൾ ഒരു അബ്രാഹ്മണനായിട്ടുള്ള വ്യക്തിയെ പൂജാരിയായിട്ട് നിയമിച്ചു. മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മാറ്റത്തിനെ ശബരിമലയുമായിട്ട് ചേർത്ത് അവിടെ അതൊരു റെസ്ട്രിക്ഷൻ അല്ല, അതൊരു ഡിസ്ക്രിമിനേഷൻ അല്ല. അതെന്ന് പറയുന്നത് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പറയാറുണ്ടല്ലോ, റീസണബിൾ റെസ്ട്രിക്ഷൻ ഭരണഘടനയ്ക്കകത്ത് ഉറപ്പ് വരുത്തുന്ന ഒന്നാണ്. ആ റീസണബിൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അത് ഒരു ആചാരമായിട്ടുള്ള അത് തീർച്ചയായും അത് ആർത്തവമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അത് അവിടുത്തെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പല തരത്തിലുള്ള ആചാരങ്ങളാണ് നിലനിൽക്കുന്നത്. തിരുവൈരാണിക്കുളത്ത് പാർവതി ദേവിയുടെ നട വർഷത്തിൽ 7 ദിവസം മാത്രമേ തുറക്കുകയുള്ളൂ. നാളെ ഒരാൾ പറയുകയാണ് എനിക്ക് ആ 7 ദിവസം പോകാൻ പറ്റത്തില്ല, എന്നാൽ എനിക്ക് അതുകൊണ്ട് അവിടെ 365 ദിവസം അത് തുറന്നു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വാസത്തിനെതിരെ നീങ്ങാൻ തുടങ്ങിയാൽ ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിന് സ്ത്രീകൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് പറ്റില്ല, അത് ഡിസ്ക്രിമിനേഷനാണ്. അവിടെ പുരുഷന്മാരെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. അല്ല, ഇങ്ങനെയുള്ള ചില ഇത് ഞാൻ 1-2 ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വാദങ്ങളാണ് ഇനി സമൂഹം ഉയർത്തിക്കൊണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സമരം നടക്കുന്നു എന്ന് പറഞ്ഞു. ഈ സമരം നടക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഒന്ന്, ലക്ഷക്കണക്കിന് സ്ത്രീകൾ, ഇവരെ നേരത്തെ പറഞ്ഞ ഈ സവർണൻ അവർണൻ എന്ന് പറഞ്ഞുകൊണ്ട് ധന്യ എപ്പോഴും പരിതപിക്കുന്നത് കേൾക്കാറുണ്ട്. ഇവരാരും സവർണരാണെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതല്ല. ശബരിമലയിൽ സവർണർ മാത്രമാണോ പോകുന്നത്? അവിടെ ചെല്ലുന്ന എല്ലാവരെയും അയ്യപ്പനായിട്ടും ജാതിയില്ല, മതത്തിൻ്റെ പോലും പരിഗണനയില്ലാതെ സർവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും അവർണനാണെന്ന് പറഞ്ഞിട്ടല്ല ഒരാൾ പോകുന്നത്. ആരവിടെ പോകുന്നു അവരെല്ലാം അയ്യപ്പനായിട്ട് സമഭാവനയോടുകൂടി കാണുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. അപ്പോൾ അവിടേക്ക് ഇത്തരത്തിൽ ആചാരമാറ്റം വരുന്ന സമയത്ത് ഒരു മതത്തിൻ്റെയും ജാതിയുടെയും സംഘടനയുടെയും ഒന്നും പിൻബലമില്ലാതെയാണ് ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നത് ഈ ആചാരത്തിനെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ പോലും പറയുന്നില്ല ഈ ആചാരത്തിനെ അവിടെ അല്ലെങ്കിൽ യുവതിയായിട്ടുള്ള സ്ത്രീ അവിടെ പ്രവേശിപ്പിക്കണമെന്ന്. ധന്യ കഴിഞ്ഞൊരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഞാൻ ശബരിമലയിലെ വിശ്വാസിയല്ല അതുകൊണ്ട് എനിക്ക് പോകണ്ടെന്ന് ധന്യ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്ന വിശ്വാസിയായിട്ടുള്ള ലക്ഷക്കണക്കിന് അമ്മമാർ പറയുന്നു ഞങ്ങളുടെ വിശ്വാസമാണ്, അത് പാലിക്കാൻ ഞങ്ങളെ അനുവദിക്കൂ, ഞങ്ങൾക്ക് പോകണ്ട. അതല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോഴും മാഡം പറയുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ പറയുന്നു ഞങ്ങൾക്കത് വേണ്ട എന്നുള്ളത്. പക്ഷെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ പോയിന്റ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു റീസണബിൾ ഡിസ്ക്രിമിനേഷൻ പെർമിറ്റഡ് ആണ് എന്നുള്ളത്. ഈ ഇഷ്യൂവിൽ എങ്ങനെയാണ് ഒരു റീസണബിൾ ആകുന്നത്? വിഗ്രഹത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞത്, അത് ആചാരത്തിന്റെ പ്രത്യേകതയാണ്. ശബരിമലയിലെ ആചാരത്തിന്റെ പ്രത്യേകതയാണ് ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകളെ അവിടുത്തെ വിഗ്രഹത്തെ അല്ലെങ്കിൽ അവിടുത്തെ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളത് ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. അതേപോലത്തെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആറ്റുകാലുള്ളത്, തിരുവൈരാണിക്കുളത്തുള്ളത്. പ്രത്യേകതകളെ മാറ്റണമെന്നുള്ളതല്ലേ, അത്തരത്തിലുള്ള പ്രത്യേകതകളെ മാറ്റണമെന്നുള്ളതല്ല, അതൊരു ആചാരമാണ്. ആ ആചാരം അങ്ങനെ തന്നെ നിലനിന്നോട്ടെ എന്ന് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ആ ആഗ്രഹത്തിനാണ് ഒരു എന്താ പറയേണ്ടത്, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്.